രാജ്യമെങ്ങും പുതിയ വഖഫ് ബില്ലാണല്ലോ ചർച്ച. എന്താണ് വഖഫ്? എന്തിനു വേണ്ടിയാണ് വഖഫ്? പ്രതിഷേധമുയരുന്നത് എന്തിന്? നോക്കാം. ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു ദാന രീതിയാണ് വഖഫ്. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത് മതപരമോ ആത്മീയപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെയാണ് അത് വഖഫ് സ്വത്തായി മാറുന്നത്. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഖബറിടങ്ങൾ, സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ്. എന്താണ് വഖഫ് ബോർഡ് എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 26-ാം വകുപ്പ് ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനും മൗലികാവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ഇത് പ്രകാരം എല്ലാ മതസമുദായങ്ങളിലും ഈ കൃത്യനിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട്. സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ്. ഇത് പ്രവർത്തിക്കുന്നത് 1995-ലെ വഖഫ് നിയമപ്രകാരമാണ്. വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് ദാനം ചെയ്തയാളുടെ ഉദ്ദേശപ്രകാരം സംരക്ഷിക്കുക മാത്രമാണ് ബോർഡിന്റെ ചുമതല. അതവർ ചെയ്യാത്ത അവസരത്തിൽ സർക്കാരിന് അവരെ പിരിച്ചുവിടാനും പുതിയ സംവിധാനം ഏർപ്പെടുത്താനും അധികാരമുണ്ട്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ. വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായും സാമൂഹ്യ ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, വഖഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം തുടങ്ങിയവയാണ് വഖഫ് കൗൺസിലിന്റെ ചുമതല. അടുത്തതാണ് വഖഫ് ട്രൈബ്യൂണലുകൾ. ഇന്ത്യയിൽ മതവിഭാഗങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള തർക്ക പരിഹാര സംവിധാനമാണ് ട്രൈബ്യൂണലുകൾ. ഓരോ സംസ്ഥാനത്തും തർക്ക പരിഹാരത്തിന് 1995-ലെ വഖഫ് നിയമം നൽകുന്ന അധികാരമനുസരിച്ചാണ് വഖഫ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 32 വഖഫ് ബോർഡുകളാണ് ഉള്ളത്. ഓരോ സംസ്ഥാനത്തും ഓരോ വഖഫ് ട്രൈബ്യൂണലുകളും ഉണ്ട്. ഇത് രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 1954-ലെ ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം അസാധുവാക്കി വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടാണ് 1995-ലെ പുതിയ നിയമം നിലവിൽ വന്നത്. എന്നാൽ പിന്നീട് 2013-ൽ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഈ ഭേദഗതി. 2013-ലെ ഭേദഗതി പ്രകാരമാണ് ഇതുവരെ ഇന്ത്യയിൽ വഖഫ് നിയമം നടപ്പിലാക്കി കൊണ്ടുവന്നത്. എന്നാൽ വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലുകളുടെയും അടിസ്ഥാന രൂപം തന്നെ പൊളിച്ചെഴുതുന്നതാണ് പുതിയ ബില്ല്. ഇതുവരെ ബോർഡിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരുന്നു. പുതിയ ബില്ല് പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളും ബോർഡിൽ വേണം. പുതിയ ബില്ല് പ്രകാരം ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആയിരിക്കണമെന്ന നിബന്ധനയും ഇല്ല. പുതിയ ബില്ല് വഖഫ് സ്വത്തുക്കളുടെ മൊത്തത്തിലുള്ള ഭരണത്തിൽ ട്രൈബ്യൂണലുകളുടെ പ്രാധാന്യത്തെ ദുർബലപ്പെടുത്തുകയാണ്. 2013-ലെ ഭേദഗതി പ്രകാരം ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരുന്നുവെങ്കിൽ ഇനി അങ്ങനെയല്ല. കാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ ഇതുവരെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുമായിരുന്നു. ഇതിലും മാറ്റം വരും. ഇതുവരെ ആർക്കും വഖഫിലേക്ക് ദാനം ചെയ്യാമെന്നതായിരുന്നുവെങ്കിൽ ഇനി സ്വത്ത് സമർപ്പിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് 5 വർഷം ഇസ്ലാം മതം ആചരിക്കുന്നുണ്ടെന്ന് തെളിയിക്കണം. ഇങ്ങനെ തുടങ്ങി നിരവധി ഭേദഗതികളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് 20 കോടി മുസ്ലിങ്ങളുടെയും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നു, വഖഫ് സ്വത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം കനക്കുന്നത്. കാലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണെങ്കിലും ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും ഉയരുമ്പോൾ അക്കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് ഭരണഘടന അനുശാസിക്കുന്ന ചുമതല കൂടിയാണ്.